റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, ശരി. കഴിഞ്ഞ ക്ലാസ്സിൽ അനൂമിസ് എടുത്തിട്ടുണ്ടായിരുന്നത് ഫ്രാക്ഷൻസിനെ കുറിച്ചിട്ടല്ലേ? ഏറ്റവും നമ്മൾ സ്റ്റാർട്ടിങ് നോക്കിയായിരുന്നു. സ്റ്റാർട്ടിങ് ടീച്ചർ എടുത്തായിരുന്നില്ലേ ഫ്രാക്ഷൻസിനെ കുറിച്ച്? അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ അനൂമിസും ഫ്രാക്ഷൻസിനെ കുറിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഫ്രാക്ഷൻസ് നമ്മൾ പഠിച്ചായിരുന്നില്ലേ? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. മിക്സഡ് ഫ്രാക്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കി. നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്താണെന്ന് നോക്കി. പിന്നെ അതേപോലെ ഈക്വലന്റ് ഫ്രാക്ഷൻസ് ആയിരിക്കും ഇന്നലെ എടുത്തിട്ടുണ്ടാവുക അല്ലെ? ഈക്വലന്റ് ഫ്രാക്ഷൻസ് പറഞ്ഞു തന്നായിരുന്നില്ലേ? അപ്പൊ അതുപോലെ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ലൈക്ക് ആൻഡ് അൺലൈക്ക് ഫ്രാക്ഷൻ എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കേട്ടോ. ആ ഫ്രാക്ഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ ഡിസ്ക്രിപ്ഷനും പിന്നെ അതിന്റെ ആക്ടിവിറ്റിയും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? എല്ലാവരും നോട്ട്ബുക്ക് എടുത്തായിരുന്നോ? നോട്ടും ടെക്സ്റ്റും കയ്യിലെടുത്ത് വെച്ചോ? ശരി, ഓക്കെ. അപ്പൊ നമുക്ക് ആ ഒരു പോർഷനിലേക്ക് പോവാട്ടോ. സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ എല്ലാവർക്കും കാണുന്നില്ലേ? സ്ക്രീൻ എല്ലാവർക്കും കാണുന്നില്ലേ? ഓക്കെ അല്ലേ? ശരി. അപ്പോ പേജ് നമ്പർ 16 ആണ് കേട്ടോ എടുക്കേണ്ടത്. പേജ് നമ്പർ 16 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്പയറിംഗ് ആൻഡ് ഓർഡറിംഗ് ഫ്രാക്ഷൻ ആണ് നമ്മുടെ ടോപ്പിക് വരുന്നത്. പേജ് നമ്പർ 16. പേജ് നമ്പർ 16 എടുത്തോ. ഓക്കെ. പേജ് നമ്പർ 16 എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, രമ്യ ആൻഡ് ഹർ ബ്രദർ ഡ്രോ 2 പിക്ചേഴ്സ് ഓൺ ദ ഫ്ലോർ. അപ്പൊ അവര് വരച്ച പിക്ചറിന്റെ ഒരു സെക്ഷൻ വൈസ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു പിക്ചർ ആണ് നമുക്ക് റൈറ്റ് സൈഡിൽ തന്നിട്ടുള്ളത്. അപ്പോ ആ പിക്ചർ വെച്ചിട്ടാണ് നമ്മൾ കമ്പയറിംഗ് ആൻഡ് ഓർഡറിംഗ് ഫ്രാക്ഷൻ എന്താണെന്ന് ഒരു ബേസിക് നോക്കാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം കൊടുത്തിട്ടുള്ളതാണത്. അപ്പൊ എങ്ങനെയാന്ന് ചോദിച്ചാൽ, രമ്യാസ് ഫസ്റ്റ് ഡ്രോയിങ് കവേഴ്സ് 2/8 ഓഫ് ദ ഫ്ലോർ. അതായത് നമ്മൾ ഒരു റോസ് ആൻഡ് കോളം എന്നുള്ള രീതിക്ക് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതില് എത്ര സെല്ലുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 8 ഡിവിഷൻസ് ഉണ്ട്, 8 സെക്ഷൻസ് ഉണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 8 8 കോളംസ് ഇല്ലേ, മീൻസ് 8 സെല്ലുകൾ ഇല്ലേ? ആ 8 സെല്ലില് 2 പോർഷൻസ് ആണ് 2 പോർഷൻസ് ആണ് രമ്യയുടെ ഫസ്റ്റ് ഡ്രോയിങ് കവർ ചെയ്തത്. അതുപോലെ തന്നെ രമ്യയുടെ ബ്രദർ കവർ ചെയ്തത് 8 പോർഷനിൽ തന്നെ ആകെ ഒരു പോർഷൻ ആണ് രമ്യയുടെ ബ്രദർ കവർ ചെയ്തത്, വരച്ച പിക്ചർ. അപ്പോ എന്താണ് നമ്മൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഏത് രമ്യ വരച്ചതാണോ അതോ രമ്യയുടെ ബ്രദർ വരച്ച പിക്ചറിനാണോ കൂടുതൽ സ്പേസ് അക്വയർ ചെയ്ത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അങ്ങനെ നമ്മൾ ആരാണ് കൂടുതൽ സ്പേസ് എടുത്തത്, അല്ലെങ്കിൽ ആർക്കാണ് കൂടുതൽ പോർഷൻ കിട്ടിയത്, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നതിനെയാണ് കമ്പാരിസൺ അല്ലെങ്കിൽ കമ്പയറിംഗ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ കമ്പയർ ചെയ്ത് പറയല്ല, അതായത് 2 പേരുടെ ഡീറ്റെയിൽസ്, 2 പേർക്ക് എത്ര പോർഷൻസ് അല്ലെങ്കിൽ എത്ര ഫ്രാക്ഷൻസ് കിട്ടിയിട്ടുണ്ട്, അപ്പോ അതില് ആർക്കാണ് കൂടുതൽ കിട്ടിയത്, ഒരു കമ്പാരിസൺ അല്ലേ വരുന്നത്. ഇയാളെക്കാളും കൂടുതലാണോ അല്ലെങ്കിൽ ഇയാൾക്ക് കുറവാണോ, അങ്ങനെ കമ്പയർ ചെയ്ത് പറയല്ലോ. ഒരാളുടെ കണക്ക് വെച്ചിട്ട് നമ്മൾ വേറെ ഒരാളെ പറയല്ലേ. അപ്പൊ അതിനെയാണ് കമ്പാരിസൺ ഓഫ് എ ഫാക്ടർ, മീൻസ് കമ്പയറിംഗ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഡിനോമിനേറ്റേഴ്സ് രണ്ടും സെയിം ആണ്. നമുക്ക് 8 അല്ലേ കിട്ടിയത്. ന്യൂമറേറ്ററിനാണ് ഡിഫറൻസ് ഉള്ളത്. 1ഉം 2ഉം ആണ് നമുക്ക് ന്യൂമറേറ്റേഴ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആരാണ് കൂടുതൽ സ്പേസ് അക്വയർ ചെയ്തത് എന്നാണ് നോക്കുന്നത്. 2ഉം ഔട്ട് ഓഫ് 8 അല്ലേ. ഔട്ട് ഓഫ് 8ല് കൂടുതൽ മീൻസ് രമ്യക്ക് 2ഉം ബ്രദറിന് 1ഉം ആണ്. അപ്പൊ നമ്മള് ഡിനോമിനേറ്റർ ആ 8 എന്നുള്ള സെക്ഷൻ മാറ്റി നിർത്തിയാൽ നമുക്ക് മനസ്സിലാവില്ലേ, 2 ആണോ 1 ആണോ വലുത്? 2 അല്ലേ? കേൾക്കുന്നുണ്ടോ? ശരി, അപ്പൊ 2 അല്ലേ വലുത്? അപ്പൊ നമ്മള് മോർ സ്പേസ് അക്വയർഡ് എന്ന് പറയുന്നത് രമ്യയുടെ ഡ്രോയിങ് ആണ്.
അപ്പൊ 2/8 is greater than 1/8. നമ്മൾ എന്തുകൊണ്ടാണ് 2ഉം 1ഉം മാത്രം എടുത്തത് എന്ന് വിചാരിച്ചാൽ നമ്മുടെ രണ്ട് ഡിനോമിനേറ്റേഴ്സും സെയിം അല്ലേ, 8 അല്ലേ നമ്മുടെ ഡിനോമിനേറ്റേഴ്സ് വരുന്നത്. അപ്പൊ നമ്മൾ രണ്ടും ഔട്ട് ഓഫ് 8 എന്നുള്ള രീതിക്ക് കൺസിഡർ ചെയ്യുമ്പോൾ 2 ആണോ 1 ആണോ വലുതെന്ന് നോക്കുക. ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ മാത്രമുള്ള സെക്ഷൻ ആണ് കേട്ടോ പറയുന്നത്. ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ നമ്മൾ ന്യൂമറേറ്റേഴ്സ് മാത്രം കമ്പയർ ചെയ്താൽ മതി. ന്യൂമറേറ്ററിൽ ഏതാണോ വലുത് അതിന്റെ അവിടേക്ക് നമ്മൾ ഗ്രേറ്റർ ദാൻ സൈൻ ഇടുക. ഇപ്പൊ ലെസ് ദാൻ ആണെങ്കിൽ ലെസ് ദാൻ സൈൻ ഇടുക. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് രമ്യയുടെ ഡ്രോയിങ് ആണ് മോസ്റ്റ് ഓഫ് ദ സ്പേസ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഹൂസ് ഡ്രോയിങ് ടേക്സ് അപ്പ് മോർ സ്പേസ് ഓൺ ദ ഫ്ലോർ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എഴുതേണ്ടത് രമ്യാസ് എന്നാണ് കേട്ടോ. നോട്ട് ചെയ്തോ? ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ശരി ശരി, ഓക്കെ. നമുക്കപ്പൊ നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ റെപ്രസെന്റ് ചെയ്തായിരുന്നില്ലേ 1/8. 1/8 and 2/8 എന്നുള്ളതാണ് നമ്മുടെ നമുക്ക് കിട്ടിയ രണ്ട് ഫ്രാക്ഷൻ പോർഷൻസ്. അതിന്റെ രണ്ടിന്റെ ഡിനോമിനേറ്റർ നമ്മൾ പേജ് 17ലേക്ക് പോയിട്ടോ. പേജ് 17 ആണ്. അപ്പൊ അതില് 1/8 and 2/8 എന്ന് പറയുന്നത് രണ്ടിലും ഈക്വൽ പാർട്സ് വരുന്നത് 8 ആണ്. അതായത് നമ്മുടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ നമ്മൾ ന്യൂമറേറ്റേഴ്സ് കൺസിഡർ ചെയ്തു. 2 and 1 എന്ന് പറയുന്നതിൽ ഏതാണ് ഗ്രേറ്റർ എന്ന് നോക്കി. അപ്പൊ 2 ആണ് വലുത്. അപ്പൊ 2/8 is greater than 1/8 എന്ന് നമ്മൾ എഴുതി. therefore ബിക്കോസ് നമ്മുടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയത് കാരണം. അങ്ങനെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിട്ട് വരുന്ന കണ്ടീഷനെയാണ് നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആയിരിക്കും, ന്യൂമറേറ്റേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനിഷൻ ആണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എവിടെയാണെന്നറിയോ? ഹിയർ 2/8 and 1/8 having the same denominator, such fractions are called like fractions എന്ന് കൊടുത്തിട്ടില്ലേ? അപ്പൊ നമ്മൾ ഒരു ഡെഫിനിഷൻ ആയിട്ട് എഴുതുമ്പോ the fraction which have the same denominators are called like fractions എന്നാണ് കേട്ടോ നമ്മുടെ ഡെഫിനിഷൻ ചോദിച്ച് എഴുതേണ്ടത്. The fractions that have same denominators are called like fractions. നോട്ട് ചെയ്തായിരുന്നോ? നോട്ട് ചെയ്തു വിചാരിക്കുന്നു. നമുക്കപ്പോ നോക്കാം. To compare two or more fractions, compare their numerators. In like fractions, the fractions which have the greatest numerator is the greatest fraction. നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെ അവർ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രം. ലൈക്ക് ഫ്രാക്ഷൻസിൽ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിരിക്കും. സോ ന്യൂമറേറ്റർ കമ്പയർ ചെയ്ത് വരുന്ന ഏറ്റവും ഗ്രേറ്റസ്റ്റ് വാല്യൂനെയാണ് നമ്മൾ ഗ്രേറ്റർ ഫ്രാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. നേരത്തെ പറഞ്ഞത് തന്നെ അവർ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ലൈക്ക് ഫ്രാക്ഷന്റെ എക്സ്പ്ലനേഷൻ മറക്കരുത്, നോട്ട് ചെയ്യണം കേട്ടോ. നോട്ട് ചെയ്തില്ല എല്ലാരും? ഓക്കെ അല്ലേ? ശരി. നമ്മളപ്പോ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ ജസ്റ്റ് ഒരു വേറൊരു ഡീവിയേഷൻ എന്നുള്ള രീതിക്ക് രമ്യ സെക്കൻഡ് ഡ്രോയിങ്, രണ്ടാമത്തെ ഡ്രോയിങ് എന്ന് പറയുന്നത് കവേഴ്സ് 1/16 ഓൺ ദ ഫ്ലോർ. അതായത് 16 സെക്ഷൻസിൽ ഒരു സെക്ഷൻ ആണ് രമ്യയുടെ രണ്ടാമത്തെ ഡ്രോയിങ് കവർ ചെയ്തത്. രമ്യയുടെ ബ്രദർ കവർ ചെയ്തത് 1/8 തന്നെയാണ്. നമ്മുടെ ഫ്രാക്ഷൻസ് മാറി, ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ല. രമ്യയുടെ ഡ്രോയിങ് 1/16 ആണ്. അതുപോലെ രമ്യയുടെ ബ്രദറുടെ ഡ്രോയിങ് 1/8 ആണ്. അപ്പൊ നമ്മളിപ്പോ എങ്ങനെയാ കമ്പയർ ചെയ്യുക? നമുക്കിപ്പോ ന്യൂമറേറ്റേഴ്സ് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം ന്യൂമറേറ്റേഴ്സ് 1ഉം 1ഉം ആണ്, ഈക്വൽ അല്ലേ. ഡിനോമിനേറ്റേഴ്സ് ആണ് ഡിഫറെന്റ് വരുന്നത്. ഒരെണ്ണം 16ഉം ഒരെണ്ണം 8ഉം ആണ്. അപ്പോ 1/16 എന്ന് പറയുന്നത് 16 ഈക്വൽ പാർട്സിന്റെ ഒരു പാർട്ടും 1/8 എന്ന് പറയുന്നത് 8 ഈക്വൽ പാർട്സിന്റെ ഒരു പാർട്ടും. അപ്പൊ അതിൽ ഏതാ ഗ്രേറ്റർ എന്ന് എങ്ങനെയാ പറയുക? 16 പാർട്ട് എന്ന് പറയുമ്പോൾ കുഞ്ഞു 16 ബ്ലോക്കുകളായിരിക്കും. അതിലൊരു പാർട്ട് എന്ന് പറയുന്നതും
8 ഡിഫറെന്റ് പാർട്സിലത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നതിലും 8ന്റെ അല്ലേ വലുത് വരിക, 8ന്റെ ചതുരല്ലേ വലുത് വരിക. നമുക്കൊന്ന് വരച്ചു നോക്കണോ? ഒരു കാര്യം ചെയ്യാം. കാണുന്നുണ്ടോ എല്ലാവർക്കും? അപ്പൊ ഇവിടെ ടീച്ചർ ഒന്ന് വരച്ചു കാണിച്ചു തരാം കേട്ടോ, ഒരു ബോക്സ്. ശരി, ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു ബോക്സ് കണ്ടു. ഈ ബോക്സിന് നമ്മളിപ്പോ വേറെന്ത് കളർ കൊടുക്കും? ശരി, നമ്മളിപ്പോ ഈ ഒരു ബോക്സിന് ഷെയ്ഡ് കൊടുക്കുകയാണ്. ബ്ലാക്ക് എന്ന് കൊടുത്തു. നമ്മളിപ്പോ 1/8 എന്നല്ലേ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 1/8. 1/8 എന്ന് പറയുമ്പോൾ 8 സെക്ഷനില് 1/8 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ 8 സെക്ഷൻസ് ഉണ്ട്. 1 2 3 4 5 6 7 8. 8 സെക്ഷൻസിൽ ഒരു പാർട്ട്. അതാണ് നമ്മുടെ ആദ്യത്തെ ഫ്രാക്ഷൻ വരുന്നത്. രണ്ടാമത്തെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഫ്രാക്ഷൻ എത്രയായിരുന്നു? 16 ബോക്സസ് അല്ലേ? 16 സെക്ഷൻസില് 16 സെക്ഷൻസില് 16 സെക്ഷൻസില് ഒരു ബ്ലോക്ക്. ഇത് ഇത് 1/16 ആണ്. ഓക്കെ, കാണുന്നുണ്ടോ എല്ലാവർക്കും? നമ്മൾ ഇവിടെ 1/8 വരച്ചു, 1/16 വരച്ചു. അപ്പൊ നമ്മളൊന്ന് നോക്കുമ്പോ നമ്മളൊന്ന് നോക്കിയേ, ഈ 8 എന്നുള്ള പോർഷൻ ആണോ അതോ 16 എന്നുള്ള പോർഷനിലാണോ നമുക്ക് സ്പേസ് കൂടുതൽ വരുന്നത്? 8ത്തെ സെക്ഷനിലുള്ള 1 പോർഷനിലല്ലേ സ്പേസ് കൂടുതൽ വരുന്നത്, 16നേക്കാളും കൂടുതൽ. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എവിടെ നമ്മുടെ ടെക്സ്റ്റ്? യെസ്. അപ്പോ 1/8 പോർഷൻ ആണ് 1/16 എന്നുള്ളതിനേക്കാളും കൂടുതൽ വരിക. 8th പോർഷനിലുള്ള 1 പോർഷൻ എന്ന് പറയുന്നത് 16 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിനേക്കാളും കൂടുതൽ സ്പേസ് ആയിരിക്കും ഉണ്ടാവുക. അത് നോട്ട് ചെയ്യണം. നമ്മൾ നേരത്തെ കമ്പയർ ചെയ്ത പോലെ ഗ്രേറ്റർ വാല്യൂനെല്ലാം നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാം. മനസ്സിലായോ? അതോ കൺഫ്യൂഷൻ ആയോ? മനസ്സിലായി അല്ലേ? ഓക്കെ, ശരി. അപ്പോ നേരത്തെ നമ്മൾ നോക്കിയത് ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആയി ന്യൂമറേറ്റേഴ്സ് ഡിഫറെന്റ് ആയ ഫ്രാക്ഷൻ വാല്യൂനെ നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻസ് എന്നും, ഇങ്ങനെ വരുന്ന അതായത് ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഫ്രാക്ഷൻ മെത്തേഡിനെയാണ് നമ്മൾ അൺലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയുക. അൺലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയുക. അപ്പോ ഇതിന്റെ ഡെഫിനിഷൻ എന്താണ് വരിക എന്ന് വെച്ചാൽ, ഡെഫിനിഷൻ നോട്ട് ചെയ്യണം കേട്ടോ. ഡെഫിനിഷൻ എന്താണ് വരിക എന്ന് വെച്ചാൽ, the fractions which have the different denominators is called unlike fractions. നമ്മൾ നേരത്തെ ലൈക്ക് ഫ്രാക്ഷൻ പറഞ്ഞു. അൺലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് the fraction which have different denominators is called unlike fraction. രണ്ട് ഡെഫിനിഷൻസും കിട്ടിയോ? നോട്ട് ചെയ്തോ? ഓക്കെ, ഫൈൻ. എല്ലാരും നോട്ട് ചെയ്തു വിചാരിക്കുന്നു. ആയിഷക്കുട്ടി നോട്ട് ചെയ്തോ? ശരി ശരി, ഓക്കെ.
നമുക്കപ്പോ നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം. നമുക്ക് അതിന്റെ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ലെറ്റസ് ട്രൈ 7.5 ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ലെറ്റസ് ട്രൈ 7.5 ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും പേജ് നമ്പർ 18 എടുത്തോ. പേജ് നമ്പർ 18. ലെറ്റസ് ട്രൈ 7.5 എടുത്തായിരുന്നോ? ഓക്കെ, നമുക്കപ്പോ ഡിസ്കസ് ചെയ്യാം. ഇതില് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് ഫ്രാക്ഷൻ പ്രോബ്ലം തന്നിട്ടുണ്ട്. അപ്പൊ അത് ലൈക്ക് ഫ്രാക്ഷൻ ആണോ അൺലൈക്ക് ഫ്രാക്ഷൻ ആണോ എന്ന് നമ്മളോട് ടിക്ക് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ലൈക്ക് ഫ്രാക്ഷൻ ആണെങ്കിൽ ലൈക്ക് ഫ്രാക്ഷന്റെ താഴത്ത് ടിക്ക് ഇടുക, അൺലൈക്ക് ഫ്രാക്ഷൻ ആണെങ്കിൽ അൺലൈക്ക് ഫ്രാക്ഷന്റെ താഴത്ത് ടിക്ക് ഇടുക. നമുക്ക് അവരൊരെണ്ണം ചെയ്ത് തന്നിട്ടുണ്ട്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ 3/4, 1/4, 2/4. നമ്മുടെ ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആണ്. അതായത് കോമൺ ആയിട്ട് 4 ഈക്വൽ പാർട്സിൽ ഉള്ളത് 3/4 എന്ന് പറയുന്നത് 4 ഈക്വൽ പാർട്സിലത്തെ 3 പോർഷൻ, അതേപോലെ 4 ഈക്വൽ പാർട്സിലത്തെ 1 പോർഷൻ, 4 ഈക്വൽ പാർട്സിലത്തെ 2 പോർഷൻ. അപ്പൊ അതിൽ കോമൺ ഡിനോമിനേറ്റർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കോമൺ ഡിനോമിനേറ്റർ ആണെങ്കിൽ ലൈക്ക് ഫ്രാക്ഷൻ ആണ് വരിക. അപ്പൊ അതുകൊണ്ട് അവിടെ ലൈക്ക് ഫ്രാക്ഷനിൽ ടിക്ക് ഇട്ടു. രണ്ടാമത്തെ പോർഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 2/6, 1/8, 5/8. നമ്മുടെ ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ല. അതായത് ആദ്യത്തെ 6 ഈക്വൽ പാർട്സിലത്തെ 2 പോർഷൻ എന്നാണ് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള രണ്ടും 8 ഈക്വൽ പാർട്സിലത്തെ 1 പോർഷനും 5 പോർഷൻസ് എന്നാണ് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷൻസ് സെയിം അല്ല. അപ്പൊ അത് ഏതിലാണ് വരിക? ആരാ പറയാ? ഓക്കെ, അർജുൻ പറയൂ. Unlike fraction. Yes, unlike fraction. Very good. മോനെ, താങ്ക് യു. ശരി, അപ്പോ അത് വരുന്നത് അൺലൈക്ക് ഫ്രാക്ഷനിലാണ്. ഇനി അടുത്ത പോർഷൻ ബി എന്ന് പറയുന്നത് അൺലൈക്ക് ആണ് കേട്ടോ. ഇനി സിയുടെ ആൻസർ ആരാ പറയാ? 4/5, 3/9 and 7/12. ആദിശ്രീ പറയൂ. Unlike fraction. യെസ്, അൺലൈക്ക് ഫ്രാക്ഷൻ ആണ് കേട്ടോ. വെരി ഗുഡ്, താങ്ക് യു മോളെ. ശരി, ഇനി ഡി 1/5, 4/5, 2/5. അത് ലൈക്ക് ആണോ അൺലൈക്ക് ആണോ? ആരാ പറയാ? ശരി, മോള് പറഞ്ഞോളൂ. യെസ്, ലൈക്ക് ഫ്രാക്ഷൻ ആണ് കേട്ടോ വരിക. വെരി ഗുഡ്, താങ്ക് യു മോളെ. ഇനി 5/12, 1/2, 6/9. വരുൺ പറയാമോ? Unlike fractions. യെസ്, അൺലൈക്ക് ഫ്രാക്ഷൻ ആണ് വരിക. താങ്ക് യു മോനെ. ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആരാ പറയാ? റെൻ പറഞ്ഞോളൂ. Unlike fraction. യെസ്, അൺലൈക്ക് ഫ്രാക്ഷൻ ആണ് വരിക. താങ്ക് യു കേട്ടോ മോനെ. ശരി, അപ്പൊ എല്ലാരും അതാത് കോളത്തിൽ മാർക്ക് ചെയ്തോ? ലൈക്ക് ഏതാണ് അൺലൈക്ക് ഏതാണെന്ന് മാർക്ക് ചെയ്തോ? ടെക്സ്റ്റില് പറയൂ അർജുൻ. അത് 2/8, 2/3, 2/5 അത് ലൈക്ക് ആണോ? അത് അൺലൈക്ക് ഫ്രാക്ഷൻ ആണ്. നമ്മൾ ഡിനോമിനേറ്റേഴ്സ് അല്ലേ മോനെ കൺസിഡർ ചെയ്യുക, ന്യൂമറേറ്റേഴ്സ് അല്ലല്ലോ. ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് അല്ലേ? അപ്പൊ അത് അൺലൈക്ക് ഫ്രാക്ഷൻ ആണ്. ഓക്കെ, എല്ലാരും നോട്ട് ചെയ്തോ? ടീച്ചർ ഒന്നും കൂടി ആൻസർ പറയാം. എ എന്ന് പറയുന്നത് ലൈക്ക് ഫ്രാക്ഷൻ ആണ്, ബി എന്ന് പറയുന്നത് അൺലൈക്ക് ഫ്രാക്ഷൻ ആണ്, സിയും അൺലൈക്ക് ഫ്രാക്ഷൻ ആണ്, ഡി എന്ന് പറയുന്നത് ലൈക്ക് ഫ്രാക്ഷൻ ആണ്, ഇയും എഫും അൺലൈക്ക് ഫ്രാക്ഷൻ ആണ് കേട്ടോ. ടെക്സ്റ്റിൽ മാർക്ക് ചെയ്തോ എല്ലാരും? ശരി, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താന്ന് ചോദിച്ചാൽ കമ്പയർ ദ ഫ്രാക്ഷൻ യൂസിങ് ഗ്രേറ്റർ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് ഡയഗ്രാം തന്നിട്ടുണ്ട്. ഡയഗ്രത്തിലുള്ള ഫ്രാക്ഷൻ പോർഷൻസ് ഏതൊക്കെയാന്ന് വിചാരിച്ച ഓക്കെ,
നമുക്ക് ഡയഗ്രത്തിലത്തെ ഫ്രാക്ഷൻ പോർഷൻസ് താഴത്ത് തന്നിട്ടുണ്ട്. അത് ഈക്വൽ ആണോ, ഗ്രേറ്റർ ദാൻ ആണോ, ലെസ് ദാൻ ആണോ എന്നാണ് നമ്മൾ പറയേണ്ടത്. നമ്മളിപ്പോ നേരത്തെ 1/8 1/16 വരച്ചു നോക്കിയായിരുന്നില്ലേ? 1/16 സെക്ഷൻസിലത്തെ ഒരു സെക്ഷൻ, 8 സെക്ഷനിലത്തെ ഒരു സെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വരച്ചു നോക്കിയായിരുന്നില്ലേ? അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് സെക്കൻഡ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോ അത് കമ്പയർ ചെയ്തിട്ട് ഏതാണ് ഗ്രേറ്റർ, ലെസ് ദാൻ, ഈക്വൽ ടു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2/8 ആൻഡ് 1/2 ആണ് തന്നിട്ടുള്ളത്. പറയൂ മോളെ. അൺമ്യൂട്ട് ചെയ്തോളൂ മോളെ. ഓക്കെ, 2/8 ആണോ വലുത് വരിക? എങ്ങനെയാണ് 2/8 വലുത് വരുന്നത്? 8 സെക്ഷനിലത്തെ 2 പോർഷനും ഇപ്പുറത്തെ എന്ന് പറയുമ്പോൾ 2 സെക്ഷനിലത്തെ ഒരു പോർഷനും, അതായത് ഹാഫ് ആണ് വരുന്നത്. ഹാഫ് അല്ലേ വരുന്നത്? അപ്പൊ ഹാഫ് ആണോ വലുത് അതോ 2/8 ആണോ വലുത്? നമുക്ക് ആ പിക്ചറിൽ നോക്കുമ്പോ കാണാലോ, ഹാഫ് ആണോ വലുത് അതോ ഒരു കാ പോർഷൻ അല്ലേ ഇപ്പുറത്തെ സൈഡിൽ വരുന്നുള്ളൂ? അപ്പൊ ഹാഫ് അല്ലേ വലുത് വരിക? യെസ്, ആദിശ്രീ പറയൂ. 1/2. യെസ്, 1/2 ആണ് ഗ്രേറ്റർ ആയിട്ട് വരിക. അപ്പൊ 2/8 is less than 1/2 എന്നുള്ളതാണ് കേട്ടോ എഴുതേണ്ടത്. ലെസ് ദാൻ സിമ്പിൾ ഇടുക. 2/8 ടീച്ചർ എവിടെ? യെസ്, 2/8 is less than 1/2 എന്നാണ് കേട്ടോ വരിക. കാണുന്നുണ്ടോ? മോള് നേരത്തെ പറഞ്ഞതിൽ എന്താ തെറ്റെന്ന് അറിയോ? ഡിനോമിനേറ്റർ വലുത് ഏതാണ് നോക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയല്ല കേട്ടോ ചെയ്യേണ്ടത്. അതായത് 8ത്തെ 2 പോർഷൻ എന്ന് പറയുമ്പോ നമുക്കിവിടെ ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നില്ലേ? യെസ്, ഇവിടെ ഷെയ്ഡ് ചെയ്തതിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാം ആ ഓറഞ്ച് എയുടെ ആദ്യത്തെ സർക്കിള് ചെറിയൊരു പോർഷൻ അല്ലേ ഉള്ളൂ. 8ല് 2 എന്ന് പറയുന്നത് കുഞ്ഞൊരു പോർഷനേ ഉള്ളൂ. ഇവിടെ 1/2 മീൻസ് 2 പോർഷനിൽ ഒരു കംപ്ലീറ്റ് 1 പോർഷൻ എന്ന് പറയുന്നത് ഹാഫ് ആണ്. ഹാഫ് അല്ല അപ്പൊ കൂടുതൽ വരിക? കാലിനേക്കാളും കൂടുതൽ ആരെയല്ലേ വരിക? 1/4 വലുതല്ലേ 1/2? അപ്പൊ ഹാഫ് ആണ് കേട്ടോ വരിക. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ പോർഷൻ നോക്കാം. രണ്ടാമത്തെ പോർഷനിൽ 2/3, അതായത് 3 പോർഷനിലുള്ള 3 ഈക്വൽ പാർട്സിലുള്ള 2 പോർഷൻസും 6 ഈക്വൽ പോർഷൻസിലുള്ള 5 പാർട്സും 6 ഈക്വൽ പാർട്സിലുള്ള 5 പോർഷൻസും. ഇത് ഈക്വൽ ആണോ അതോ ഗ്രേറ്റർ ആണോ ലെസ് ദാൻ ആണോ പറയാൻ പറ്റുമോ? യെസ്, അർജുൻ പറയൂ. 5/6. 5/6 എങ്ങനെയാണ് ഗ്രേറ്റർ ആയത്? അവിടെ കൂടുതലാണല്ലോ ഷെയ്ഡ് ചെയ്തതെന്ന്. കൂടുതൽ പോർഷൻസ് ഷെയ്ഡ് ചെയ്തതുകൊണ്ട്. പക്ഷെ നമ്മൾ വേറൊരു കാര്യം കൂടി നോക്കണം. രണ്ടും ഈക്വൽ പാർട്സ് അല്ലേ വരിക? കാരണം ഇവിടത്തെ അതേപോലെ തന്നെയല്ലേ ഇവിടെ ഉള്ളത്? ഈക്വൽ അല്ലേ വരിക? അപ്പോ യെസ്, അപ്പൊ 2/3 ഈക്വൽ ടു 5/6 ആണ് കേട്ടോ വരിക. കാരണം രണ്ട് പോർഷനിലും ഈക്വൽ ആയിട്ടുള്ള ഒരു 1 പാർട്ട് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഈക്വൽ പാർട്സ് എന്നുള്ള രീതിക്ക് നമുക്ക് കൺസിഡർ ചെയ്യാം. അതിനെ നമുക്ക് ഈക്വൽ എന്ന് പറയാം കേട്ടോ. പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത്, മൂന്നാമത്തെ നമുക്ക് സിമ്പിൾ ആണ്. അതായത് ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്, ലൈക്ക് ഫ്രാക്ഷൻ ആണ്, ജസ്റ്റ് കമ്പയർ ചെയ്താൽ മതി. ആൻസർ ആരാ പറയാ? നൈനിക പറയാമോ? ഈക്വൽ. സിയോ? സി 6/12 7/12.
മോളെ അത് ലൈക്ക് ഫ്രാക്ഷൻ അല്ലേ? ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിനോമിനേറ്റേഴ്സ് കൺസിഡർ ചെയ്യണ്ടല്ലോ. 6 ആണോ 7 ആണോ വലുത്? 6 ലെസ് ദാൻ 7 അല്ലേ? യെസ്. അപ്പൊ 6 ലെസ് ദാൻ 7 അല്ലേ വരിക? കൺഫ്യൂഷൻസ് ഉണ്ടോ ടീച്ചർ നേരത്തെ പറഞ്ഞതില്? ഡൗട്ട് ഉണ്ടോ? ടീച്ചർ ഒന്നും കൂടി കമ്പയർ ചെയ്യുന്നത് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, നമുക്ക് 10 മിനിറ്റും കൂടെ ഉള്ളൂ. ടീച്ചർ ഒന്നും കൂടി കമ്പയർ ചെയ്യുന്നത് പറഞ്ഞു തരാം. നമ്മുടെ ലൈക്ക് ഫ്രാക്ഷനും അൺലൈക്ക് ഫ്രാക്ഷനും എന്ന് പറയുന്നത്, ലൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിരിക്കും. ഡിനോമിനേറ്റേഴ്സ് സെയിം ആവുമ്പോൾ നമ്മുടെ ന്യൂമറേറ്റേഴ്സ് വെച്ച് വേണം കമ്പയർ ചെയ്യാൻ. ന്യൂമറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 6/12 ആൻഡ് 7/12 എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിനോമിനേറ്റേഴ്സ് കോമൺ ആയിട്ട് വരുന്നത് 12 ആണ്. 12 ആയിട്ട് വരുമ്പോൾ നമ്മുടെ ന്യൂമറേറ്റേഴ്സിൽ ഏതാണോ വലുത് ഏതാണോ ചെറുത് എന്നുള്ളതാണ് കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ 6/12 ആൻഡ് 7/12 എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 6 or 7 ആണ് വലുത് എന്ന് നമ്മൾ നോക്കുക. അപ്പൊ 6 is less than 7. അപ്പൊ നമ്മൾ അവിടെ എഴുതേണ്ടത് ലെസ് ദാൻ ആണ്. ഇപ്പൊ നമ്മുടെ ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആണ്. അതായത് 2/8 ആൻഡ് 1/2 എന്നുള്ള പോലെയാണ് നമ്മുടെ ഡിനോമിനേറ്റേഴ്സ് വരുന്നതെങ്കിൽ നമ്മൾ സെക്ഷൻ വെച്ചിട്ട് നോക്കുക. അതായത് ഹാഫ് ആണോ, കാ ഭാഗമാണോ, അര ഭാഗമാണോ കൂടുതൽ. ഷെയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ഏരിയ കവർ ചെയ്യുന്നത് ഏതാണോ നോക്കുക. എന്നിട്ട് വേണം നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് എഴുതാൻ. ഓക്കെ, ഹാഫ് ആണോ 1/4 ആണോ 1/2 ആണോ ഗ്രേറ്റർ എന്ന് വരുന്നത് എന്ന് നമ്മൾ ഷെയ്ഡഡ് പോർഷനിൽ നോക്കുമ്പോൾ കിട്ടും. അതിനനുസരിച്ച് വേണം നമ്മൾ ഗ്രേറ്റർ ആണോ ഈക്വൽ ആണോ ലെസ് ദാൻ ആണോ എന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിന് നമ്മൾ ഈക്വലൻ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ പഠിച്ചായിരുന്നില്ലേ? ഇന്നത്തെ ക്ലാസ്സിന് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നില്ലേ? 1/2 എങ്ങനെയാണ്, 1/4 എങ്ങനെയാണ്, 1/8 എങ്ങനെയാണ്, 1/16 എങ്ങനെയാണ്. അപ്പൊ അത് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ അൺലൈക്ക് ഫ്രാക്ഷൻസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ടീച്ചർ കുറച്ചുകൂടെ കുറച്ചുകൂടെ നല്ല ഇതില് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ. ഒരു കാര്യം ചെയ്യാൻ പറ്റും, നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ ABCD ഒന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരാമോ? ഓക്കെ ആണോ? ABCD മാത്രം ചെയ്താൽ മതി കേട്ടോ. തേർഡ് ക്വസ്റ്റ്യനില് ABCD. പറയൂ അർജുൻ. അത് ബാക്കി 3 ഇല്ലേ? അത് മിസ് ക്ലാസ്സിൽ പറയോ? ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ബാക്കി 3 നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ 4 മാത്രം ചെയ്താൽ മതി. മിസ് അതിന്റെ എല്ലാ ആൻസേഴ്സും മിസ് പറയോ ക്ലാസ്സില്? എല്ലാ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കേ മിസ്. താങ്ക് യു മിസ്. വെൽക്കം മോനെ. ശരി, അപ്പൊ അയ്യോ എന്തായിരുന്നു മോനെ? അൺമ്യൂട്ട് ചെയ്യാമോ? കേട്ടില്ല. മോനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ നേരത്തെ? ടീച്ചറപ്പത്തേക്ക് മ്യൂട്ട് ചെയ്ത് പോയി. ശരി ശരി, ഓക്കെ. അപ്പോ മറക്കണ്ട. ഓക്കെ, വെൽക്കം മോനെ, വെൽക്കം. ശരി, അപ്പോ മറക്കണ്ട, തേർഡ് ക്വസ്റ്റ്യനില് ABCD ആണ് ഹോംവർക്ക് ഉള്ളത്. നമ്മൾ ആ ക്വസ്റ്റ്യൻ ഫുൾ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഈക്വലൻ ഫ്രാക്ഷൻസ് ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. ഈക്വലൻ ഫ്രാക്ഷൻസിൽ 1/2, 1/4, 1/8, 1/16 എന്നുള്ള ഡിവിഷൻസ് ഉണ്ടാവും. ആ ഒരു പോർഷൻ ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മുടെ അൺലൈക്ക് ഫ്രാക്ഷൻ ചെയ്ത് നോക്കാൻ. അപ്പോ ഒന്ന് റിവൈസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നൈഡിയ കുട്ടിക്ക് മനസ്സിലായില്ല തോന്നുന്നുണ്ട് അല്ലേ? ലൈക്കും അൺലൈക്കും.
മനസ്സിലായില്ലല്ലോ? കുഴപ്പമില്ല കേട്ടോ, അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഈക്വലന്റ് ഫ്രാക്ഷൻസ് ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ട് വരണം കേട്ടോ എല്ലാരും. അതിനുശേഷം നമുക്ക് ലൈക്കും വൺ ലൈക്കും കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ഈക്വലന്റ് ഫ്രാക്ഷൻസ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരിക. അടുത്ത ക്ലാസ്സിലേക്ക് ടീച്ചർ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. കുഴപ്പമില്ല, അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ശരി, ബൈ. താങ്ക് യു. ശരി.